ശേഷം എന്തിനാണ് ഫിസിയോതെറാപ്പി എന്ന സംശയം ഉള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സർജറിക്ക് ശേഷം പല പേഷ്യൻസും വന്ന് പറയാറുണ്ട്, കൈ മുമ്പത്തെ പോലെ പൊക്കാൻ പറ്റുന്നില്ല, എളുപ്പത്തിൽ നടക്കാൻ സാധിക്കുന്നില്ല, ശരീരത്തിന് ഒരു ബലക്കുറവ് അനുഭവപ്പെടുന്നു എന്ന്. സർജറി കഴിഞ്ഞ ഒരു വ്യക്തി പലതരത്തിലുള്ള മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരായിരിക്കും. ഇവിടെയാണ് ഫിസിയോതെറാപ്പിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുന്നത്. എന്താണ് പോസ്റ്റ് സർജിക്കൽ ഫിസിയോതെറാപ്പി? സർജറിക്ക് ശേഷം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് എത്രയും പെട്ടെന്ന് ദൈനംദിന ജീവിത രീതിയിലേക്ക് തിരിച്ച് എത്തുവാൻ സഹായിക്കുന്ന ഒരു പേഴ്സണലൈസ്ഡ് പ്ലാനിനെയാണ് പോസ്റ്റ് സർജിക്കൽ ഫിസിയോതെറാപ്പി അഥവാ പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സർജറിക്ക് ശേഷം ഇനാക്ടിവിറ്റി കൊണ്ടുണ്ടാവുന്ന മസിൽ വീക്ക്നെസ് സ്ട്രെങ്തനിങ് എക്സസൈസിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ്. പേഷ്യൻ്റെ ജോയിൻറ്റ് മൂവ്മെൻറ്റ് നോർമൽ റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യുവാനും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ ജോയിൻറ്റ് മൊബിലൈസേഷൻ വഴി അത് കറക്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. സർജറിക്ക് മുമ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നതിലൂടെ റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻ കുറയ്ക്കാൻ സാധിക്കും. കാലിനോ നട്ടലിനോ സർജറി കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിനെ ഫങ്ഷണൽ ഗെയ്റ്റ് ആൻഡ് ബാലൻസ് ട്രെയിനിങ്ങിലൂടെ അവരുടെ നടത്തം ശരിയാക്കുവാനും ഫിസിയോതെറാപ്പി സഹായിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രോപ്പർ വൂണ്ട് കെയർ, പോസ്റ്റ് സർജിക്കൽ പെയിൻ മാനേജ്മെൻറ്റ്, സ്കാർ ടിഷ്യൂ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഇലക്ട്രോതെറാപ്പി മൊഡാലിറ്റികൾ ഉപയോഗിച്ച് പെയിൻ കുറയ്ക്കുന്നതിനോടൊപ്പം സ്റ്റിച്ച് എടുത്തതിന് ശേഷം സ്കാർ ടിഷ്യൂ മൊബിലൈസേഷൻ വഴി സ്കിന്നിൻ്റെ ടെക്സ്ചറും ഇലാസ്റ്റിസിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ ജോയിൻറ്റ് മൂവ്മെൻറ്റ് ഈസി ആക്കാനും സാധിക്കുന്നു. എപ്പോഴാണ് പോസ്റ്റ് സർജിക്കൽ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇത് പലപ്പോഴും പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് കേസിൽ സർജറിക്ക് 2 ആഴ്ച മുൻപേ പ്രീ ഓപ്പറേറ്റീവ് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം. സർജറിക്ക് തൊട്ടടുത്ത ദിവസം തന്നെ പോസ്റ്റ് സർജിക്കൽ ഫിസിയോതെറാപ്പി ചെയ്യുന്നതാണ് ഉത്തമം. അതുപോലെ ഒരു ഫ്രാക്ചർ സ്റ്റെബിലൈസേഷൻ കേസിൽ 2-3 ദിവസത്തിനുള്ളിൽ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും. അതേസമയം ഒരു കാർട്ടിലേജ് റിപ്പയർ, ടെൻഡൻ റിപ്പയർ, ബ്രെയിൻ സർജറി, സ്പൈനൽ സർജറി പേഷ്യൻ്റ് സ്റ്റെബിലൈസ് ആയതിനു ശേഷം സർജൻ്റെ ഒപ്പീനിയൻ അനുസരിച്ചാണ് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പോസ്റ്റ് സർജിക്കൽ ഫിസിയോതെറാപ്പി എന്നത് സർജിക്കൽ കോംപ്ലിക്കേഷൻസ് ആയ ജോയിൻറ്റ് സ്റ്റിഫ്നെസ്, മസിൽ വീക്ക്നെസ്, മസിൽ അട്രോഫി അഥവാ മസിലുകളുടെ ശോഷിപ്പ്, ന്യൂമോണിയ, DVT അഥവാ കാലുകളുടെ സിരകളിൽ രക്തക്കട്ട പിടിക്കുന്ന അവസ്ഥകൾ ഒഴിവാക്കി ഒപ്റ്റിമൽ ഹീലിംഗ് നേടുന്നതിലൂടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും ഇൻഡിപെൻഡൻ്റായി സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാനും ഫിസിയോതെറാപ്പിയിലൂടെ സാധിക്കും.